തൃശൂർ മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിൽ പ്രഭാഷകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനവും സ്മൃതിമണ്ഡപ സമർപ്പണവും നടക്കുകയാണ്. ചടങ്ങിൽ അഖില ഭാരതീയ പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സംസാരിക്കുന്നു. തത്സമയം നടത്തിയ ഒരു ചർച്ച അവിടെ പരമേശ്വർജിയുടെ സഹായി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ സാബൂതം ശ്രദ്ധിക്കുകയായിരുന്നു. ചെറുപ്പക്കാരനായ തേജസ്വിയായ ഒരു യുവാവ് പരമേശ്വർജിയോട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, പറയുന്നത് ധിക്കാരമാണെങ്കിൽ ക്ഷമിക്കണം, പരമേശ്വർജിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നു. ആ വാക്കുകളുടെ ഉജ്ജ്വലത, വാക്കുകളുടെ തിളക്കം, അറിവിന്റെ പ്രകാശം അതെനിക്ക് അന്നേ അനുഭവവേദ്യമായി. നിർജ്ജരാമരണമായി ജ്വലിക്കും വാഗ്വൈഖരി ഗർജനം മുഴക്കിയ ഭാരത നരസിംഹം എന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് വിവേകാനന്ദപ്പാറയിൽ കുഞ്ഞിരാമൻ നായർ കവി വർണ്ണിക്കുന്നുണ്ട് വിവേകാനന്ദനെ. എനിക്ക് ഏറെക്കുറെ ആ സമയത്ത് തോന്നിയത് അദ്ദേഹത്തിന്റെ ആ ജ്വലിക്കുന്ന പ്രകൃതം, വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ ആ സാമർഥ്യം, അതിൽ നിന്ന് സ്ഫുരിക്കുന്ന ചിതറിത്തെറിക്കുന്ന അറിവിന്റെ സ്ഫുലിംഗങ്ങൾ, ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് മനസ്സിൽ ഓടി വന്നത്, അന്നേ ഒരല്പം കവിതക്കമ്പം ഉണ്ടായിരുന്നത് കൊണ്ട് കന്യാകുമാരി പാറയിലൊക്കെ പൂർണ്ണമായി കാണാതെ പഠിച്ചിരിക്കുന്ന ആ സമയമാണ്. എനിക്ക് തോന്നിയത് അതാണ്. നിർജ്ജര മരണമായി ജ്വലിക്കും വാഗ്വൈഖരി ഗർജനം മുഴക്കിയ ഭാരത നരസിംഹമാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന്. പരമേശ്വർജി ഒരു സമാനനെ പോലെ, സമശീർഷനെ പോലെ, ഒപ്പം തന്നെ സ്നേഹമുള്ള വാത്സല്യമുള്ള ഒരു ശിഷ്യനെ പോലെ ചേർത്തു പിടിക്കുന്നത് ഞാൻ ആ സമയത്ത് കണ്ടു. അവരുടെ ചർച്ചയിൽ പ്രധാനമായി ഉയർന്നു വന്ന ഒരു ശാസ്ത്ര വസ്തുത അന്നുണ്ടായിരുന്നത് ഞാൻ ഓർക്കാണ് ഇപ്പോഴും. 40 വർഷം ഏകദേശം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കിർലിയൻ ഫോട്ടോഗ്രഫിയെ കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. അന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒന്നാണ് റഷ്യൻ ശാസ്ത്രജ്ഞനായ കിർലിയൻ ഒരു പ്രത്യേകതരം ഫോട്ടോഗ്രാഫി കണ്ടെത്തുകയും ആ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളൊക്കെ പറയുന്ന ബോധത്തിന്റെ, കോൺഷ്യസ്നെസ്സിന്റെ, അല്ലെങ്കിൽ ബോധത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തെ ചിത്രമെടുക്കാൻ കഴിയുന്നത്, മനുഷ്യന്റെ ഭാവങ്ങൾക്കൊത്തവണ്ണം ആ ഓറയ്ക്ക്, ഓറയാണ് ഞാൻ പറഞ്ഞത്, ബോധത്തിന്റെ പ്രകാശം, ആ ഓറയിൽ വരുന്ന നിറവ്യത്യാസങ്ങൾ എങ്ങനെയെല്ലാമാണ്, അതിനെക്കുറിച്ചൊക്കെ വളരെ കൂടുതൽ ശാസ്ത്ര സമൂഹം ചർച്ച ചെയ്യുകയും ഭാരതത്തിന്റെ ആ മഹത്തരമായ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് ഇതുമായി ചേർത്ത് വെച്ച് ചിന്തിക്കുകയും ചെയ്ത കാലമാണ് അത്. അന്ന് അവർ തമ്മിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഗോപാലകൃഷ്ണ സാറ് കൊണ്ടുവന്ന ചില രേഖകൾ പരമേശ്വർജി വായിക്കുന്നതും മനസ്സിലാക്കുന്നു, അവർ തമ്മിൽ സമയം പോകുന്ന അറിയാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്ക് അന്ന് കാണാൻ സാധിച്ചു. മനസ്സിൽ തോന്നി, ഈ അമാനുഷന്മാരുടെ, ഹിമാലയ സദൃശന്മാരായ ആചാര്യന്മാരുടെ ഇടയിൽ ജീവിക്കാൻ സാധിച്ചത് ബ്ലിസ് വാസ് ഇറ്റ് ഇൻ ദാറ്റ് ഡോൺ ടു ബി അലൈവ് എന്ന് വില്യം വേർഡ്സ്വർത്ത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രില്യൂഡിൽ എഴുതിയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കാൻ കഴിയുകയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മഹാന്മാരായ നേതാക്കന്മാരോടൊപ്പം കഴിയാൻ സാധിക്കുകയും ആ പ്രചണ്ഡ പ്രമുഖമായ ത്രിമുദ്രാവാക്യങ്ങൾ, സാഹോദര്യം തുടങ്ങിയിട്ടുള്ള, സൗഹൃദം തുടങ്ങിയിട്ടുള്ള ആ മുദ്രാവാക്യങ്ങൾക്കിടയിൽ ജീവിക്കാൻ കഴിയുകയും ഒരു വലിയ ഭാവിയെ സ്വപ്നം കാണാൻ ഇടവരികയും ചെയ്ത കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് എത്ര ആനന്ദകരമാണ്, എത്ര അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രില്യൂഡ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അവതരണം ആരംഭിക്കുന്നത്. ആ കവിതയുടെ വളരെ ദീർഘമായ കവിത. അതിനുശേഷം ഇതുകൂടി പറയുന്നുണ്ട് ആ കവിതയിൽ, ടു ബി യങ് ഈസ് വെരി ഹെവൻ. ആ കാലത്ത് യുവാവായി ജീവിക്കുക എന്നത് വളരെയേറെ സ്വർഗതുല്യമാണ് എന്നാ പറഞ്ഞത്. ഞാനിവിടെ അത് പറയുന്നതിൻ്റെ കാരണം, ഇത്തരം മഹാത്മാക്കളോടൊപ്പം യൗവനത്തിന്റെ, താരുണ്യത്തിന്റെ, യൗവനത്തിന്റെ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഞാനിപ്പോഴും ഒരു അനുഗ്രഹീതമായ, സ്വർഗതുല്യമായ, അഭിമാനകരമായ മുഹൂർത്തമായി കാണുകയാണ്. ഇവിടേക്കിന്ന് വരാൻ ഇടയായത് സത്യത്തിൽ സംഘടനാപരമായി ചിന്തിച്ചാൽ
ഒരു കാരണവശാലും വരാൻ പറ്റാത്ത ദിവസമായിരുന്നു എന്ന്. എവിടെയാണോ എൻ്റെ പ്രവർത്തന കേന്ദ്രം, ആ പ്രവർത്തന കേന്ദ്രമുള്ള സ്ഥലത്ത് സംഘത്തിന്റെ സർക്കാരിവാഹിന്റെ സന്ദർശനം നടക്കുന്ന ദിവസമാണ്. നിർദ്ദേശം ആ പ്രദേശത്തുള്ള എല്ലാ സംഘപ്രവർത്തകരും സർക്കാരിവാഹിന്റെ പരിപാടിയിൽ പങ്കെടുക്കണം എന്നതാണ്. പക്ഷെ ഞാൻ എന്നെ വിളിച്ച രാജേഷിനോടോ എന്നെ വിളിച്ച നമ്മുടെ ജയൻചേട്ടനോടോ ഒന്നും തന്നെ അത് പറഞ്ഞില്ല. ഗോപാലകൃഷ്ണൻ സാറിന്റെ മൂർത്തി അനാച്ഛാദനം ചെയ്യുന്നതും അതേപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തണം എന്നും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, വർഷങ്ങൾക്ക് മുമ്പ് ഗോപാലകൃഷ്ണൻ സാറ് ഏതാണ്ട് ഈ സ്ഥാപനമൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഒരിക്കൽ കണ്ടുമുട്ടാനിടയായി ഒരു പരിപാടിയിൽ വെച്ച്. ആ സമയത്ത് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, തൃശ്ശൂര് ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മഴുവഞ്ചേരിയിൽ വരണം, ഞാനവിടെ ഉണ്ടാവും, നമുക്ക് കാണാം, കുറെ സംസാരിക്കാം. അദ്ദേഹം എന്നെ പ്രസംഗിക്കാനൊന്നും അല്ല കേട്ടോ വിളിച്ചത്, കാണാം, നമുക്ക് സംസാരിക്കാം എന്നത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ തൃശ്ശൂര് അടുത്ത സമയത്ത് വരുന്ന ഉടനെ ഇവിടെ വരുന്നുണ്ടാവും എന്ന്. എൻ്റെ ദൗർഭാഗ്യം കൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ വരാൻ സാധ്യമായില്ല. ആ ഒരു കടം, ആ ഒരു ഋണം, ആ ഋഷിയോട് ഞാൻ കൊടുത്ത വാക്കിന്റെ ആ ഋണപൂർത്തിക്കൊരവസരമായിട്ടാണ് ഞാൻ ഇന്നൊരു സംഘടനാപരമായ വിരുദ്ധ കാര്യം ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെ ക്ഷണിച്ചവരോട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് മറ്റൊരാളെ കണ്ടെത്തുമായിരുന്നു. പക്ഷെ അങ്ങനെ എങ്ങാനും കണ്ടെത്തിയാൽ എനിക്ക് ഈ അവസരവും പോകുമല്ലോ എന്ന് വിചാരിച്ചു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്.